വീണ്ടും അസുഖകരമായ മൗനം. വേഗം ഇവിടുന്നു രക്ഷപ്പെടണമെന്ന് തോന്നി. ആ പഴയ മുത്തച്ഛനും അദ്ദേഹത്തിൻ്റെ തേഞ്ഞ കൈവിരലുകളും മുമ്പിലുള്ളതുപോലെ നാറ്റം. നിന്നെ വിളിപ്പിച്ചത് നിന്റെ അമ്മയെ ഞാൻ മനഃപൂർവ്വം തള്ളിയതാണെന്ന് നിനക്കും ദിനുവിനുമൊക്കെ ധാരണയുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും നിനക്കറിയില്ല, ഇനി അറിയുകയും വേണ്ട. വിവാഹത്തിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു. കുട്ടൻ രൂപയുടെ ആങ്ങളയുടെ കാര്യം പറഞ്ഞു ഈയിടെ. എന്താ നിന്റെ പക്ഷം? എനിക്കിഷ്ടാണ്. മുത്തച്ഛൻ ഒന്ന് ഊന്നി നോക്കി, പിന്നെ തുടർന്നു. മനക്കിലെ സ്വത്തും പണവുമൊക്കെ ശാപഗ്രസ്തമാണ്. അതുകൊണ്ട് ഗിരിജയ്ക്ക് അവയൊന്നും കിട്ടാതിരിക്കാവും നന്ന്. എനിക്കൊന്നും വേണ്ട. ശബ്ദത്തിൽ അമർഷം കലർന്നിരുന്നു. ഇനി ജോലിക്കൊന്നും പോവേണ്ട. നിന്റെ അമ്മയെ നീ കണ്ണീര് കുടിപ്പിക്കരുത്. അവളെ നിനക്ക് രക്ഷിക്കാനാവും. അമ്മയെ? അതെ, നീ മാത്രമൊന്നുമല്ല ഉത്തരവാദി. അതൊക്കെ യോഗമാണ്. ഒരു കുടുംബത്തിലെ കർമ്മബന്ധത്തിൽ നിന്ന് ഒരാൾക്കായി ഒഴിഞ്ഞു നിൽക്കാനൊന്നും കഴിയില്ല. പഴയതൊക്കെ പോട്ടെ, പുതിയത് തുടങ്ങുക. അങ്ങനെ പഴയതിൻ്റെ ശാപം ഇല്ലായ്മ ചെയ്യുക. ഗിരിജയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അവൾ പറഞ്ഞു, എനിക്കെല്ലാം സമ്മതമാണ്. ശരി, വേണ്ട പോലെ ചെയ്യാം. ഇറങ്ങുമ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നു. ധൃതിയിൽ നടന്നപ്പോൾ മുമ്പിലാരോ ഉണ്ടെന്ന് തോന്നി. വിജയേട്ടൻ. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് സങ്കടം തോന്നി. ഏതു ദുഃഖത്തിലും നിസ്സംഗത പാലിക്കാറുള്ള ഗിരിജ നിയന്ത്രിക്കാനാവാതെ വിങ്ങിപ്പൊട്ടി. വീണ്ടും വീണ്ടും അമർത്താൻ ശ്രമിച്ച തേങ്ങൽ അതേ ശക്തിയോടെ തള്ളി വന്നു. അതുകേട്ട് വിജയേട്ടൻ തിരിഞ്ഞു നോക്കി. വിളർത്ത ആ ശരീരം പതുക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടിലും ആ കണ്ണുകൾ തിളങ്ങി. അയാൾ അവളുടെ അരികിലെത്തി. വലതു കൈ ഉയർത്തി നിറഞ്ഞ കണ്ണുകളും കണ്ണീരൊഴുകിയ കവിളുകളും തുടച്ചു. ഇടതു കൈകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെയെന്ന പോലെ ചേർത്ത് പിടിച്ചു. എല്ലാം എല്ലാം എനിക്കറിയാം ഗിരി. ഗിരിജ മുഖമുയർത്തി. എല്ലാം അസ്ഥാനത്താണ് ഗിരി. ഒന്നേയുള്ളൂ, എല്ലാം ത്യജിക്കാൻ പഠിക്കുക. നമ്മുടെ മോഹങ്ങളും സ്വപ്നങ്ങളും. ഒരു നിമിഷം കൊണ്ട് എത്ര ക്രൂരമാണ് അവഗണിക്കപ്പെടുക എന്നത്. വിശ്വാസം എന്നൊക്കെ പറയുന്നത് സ്വയം ആശ്വാസം കണ്ടെത്താനുള്ള സങ്കല്പമാണ്. അവളുടെ അവശേഷിച്ച കണ്ണീരും തുടച്ചെടുത്തു. നഷ്ടപ്പെടുമ്പോഴാണ് വേദന അറിയുക. പിന്നെ ബാലിശമായിരുന്നുവെന്ന് തോന്നും. വിജയേട്ടൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഗിരിജ കേട്ടുകൊണ്ടേയിരുന്നു. അവൾ സുരക്ഷിതമായ കൈകളിൽ എന്ന പോലെ ശാന്തയായി. നാമൊക്കെ എത്ര വിഡ്ഢികളായിരുന്നു ഗിരി. ആലഞ്ചുവട്ടിലൂടെ നടന്ന് അവർ നടയിലിരുന്നു. പണ്ട് ഈ നടയിൽ ഒരു ഓമന പൂച്ചക്കുട്ടിയെപ്പോലെ ഉഷയെ മടിയിലിരുത്തി കഥ പറഞ്ഞിരുന്ന വിജയേട്ടൻ. എൻ്റെ ഉഷയല്ലേ, എൻ്റെ ഉഷയുടേതല്ലേ. അന്ന് ഗിരിജയെ കൂടി തൃപ്തിപ്പെടുത്താൻ പങ്കുവച്ചിരുന്ന ചുണ്ടുകൾ. ഇന്നും അങ്ങനെയാണോ? ഞാനും വിജയേട്ടനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇഴ ഉഷയിലല്ലേ? അതെ, വേണ്ട, ഈ പങ്കുവെക്കൽ വേണ്ട. അവർ എഴുന്നേറ്റു.